ഉഗാണ്ടൻ ഏകാധിപതി ഈദി അമീനെ കുറിച്ചുള്ള നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാവുകയാണ് ദി ലാസ്റ്റ് കിങ് ഓഫ് സ്കോട്ട്ലൻഡ്. 8 വർഷത്തെ കിരാത വാഴ്ചയിൽ 3 ലക്ഷം പേരെ കൊന്നൊടുക്കിയ കൊടും ഭീകരനായ ഭരണാധികാരിയായി ഈദി അമീൻ അറിയപ്പെടുന്നു. അമീന്റെ പേഴ്സണൽ ഡോക്ടറായി ഉഗാണ്ടയിൽ എത്തിപ്പെടുന്ന നിക്കോളാസ് ഗാരിഗന്റെ വീക്ഷണകോണിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത്. ചെറുപ്പക്കാരനായ സ്കോട്ട്ലൻഡുകാരനായ ഡോക്ടർ യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ ഒരു സാഹസികതയോട് കൂടിയാണ് ഈ ജോലി ഏറ്റെടുക്കുന്നത്. തുടക്കത്തിൽ ഡോക്ടറുടെ ജോലി ത്രില്ലടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അപകടം പതിയിരിക്കുന്നതാണെന്ന് ഗാരികന് മനസ്സിലായി. ചുറ്റും ചോരക്കളി, ആരും ഏതു നിമിഷവും കൊല്ലപ്പെടാവുന്ന അവസ്ഥ. തനിക്കു ചുറ്റും ഭയത്തിന്റെ ഒരു ആവരണം പതുക്കെ മൂടുന്നതായി ഡോക്ടർ മനസ്സിലാക്കുന്നു. ഉഗാണ്ടയിലെ മുക്കിലും മൂലയിലും അജ്ഞാത ജഡങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പടുകുഴിയിലേക്ക് വീണു. അടുത്ത നിമിഷം ആരും കൊല്ലപ്പെടാവുന്ന മരണത്താഴ്വരയിലാണ് താൻ നിൽക്കുന്നതെന്ന് ഒരു ഞെട്ടലോടെ ഡോക്ടർ ഗാരിഗൻ അറിയുകയാണ്. ഒടുവിൽ അയാൾ കടന്നു കളയാൻ ശ്രമിക്കുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരുന്നു. ഈദി അമീനായി വേഷമിട്ട അമേരിക്കൻ നടൻ ഫോറസ്റ്റ് വിറ്റാൽക്കറുടെ അഴിഞ്ഞാട്ടമാണ് ഈ സിനിമ. ഏറ്റവും നല്ല നടനുള്ള 2007 ഓസ്കാർ അവാർഡും വിറ്റാൽക്കർ കരസ്ഥമാക്കി. ഡോക്ടർ ഗാരിഗനായി ജെയിംസ് മക്കോയ് ഗംഭീരമായി അഭിനയിച്ചു. കെവിൻ മക്ഡൊണാൾഡ് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ജെറോമി ബ്രോക്കും പീറ്റർ മോർഗനും ചേർന്നാണ് തിരക്കഥ എഴുതിയത്.